ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നോക്കാം. ഇന്ന് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സമയം പോയാണ് അടുക്കളയിലേക്ക് വന്ന് കയറിയത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഞാൻ നിന്നില്ല. അപ്പം നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നോമ്പ് തുറക്കുന്ന സമയത്ത് ദാണ്ട് നമ്മുടെ ഫ്രൂട്ട്സുകളും വെള്ളവുമാണ്. വെള്ളമെന്ന് പറയുന്നത് ജ്യൂസ്, ചാമ്പങ്ങ ജ്യൂസാണ് ഇന്ന് അടിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ അടിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കണം. ചാമ്പങ്ങ ജ്യൂസ് അടിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ കഴിഞ്ഞ റംസാനിൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ചാമ്പങ്ങ കഴുകി കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഉപ്പും, ഒരു അല്പം ഉപ്പെന്ന് പറയാം, മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഒപ്പം തന്നെ ഒരു 2-3 ഏലക്ക കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം അരിച്ചൊരു ഗ്ലാസ്സിലേക്കോ കപ്പിലേക്കോ ഒക്കെ ഒഴിച്ച് വെച്ചാൽ മതി. ചാമ്പങ്ങ ജ്യൂസിലൂടെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചാമ്പങ്ങ നമ്മുടെ ചാമ്പയിലുണ്ടായതല്ല. നമ്മുടെ ചാമ്പയിൽ ഇപ്പോൾ ചാമ്പങ്ങ ഇല്ല കേട്ടോ. പകരം അമ്മച്ചിയുടെ ഒരു കൂട്ടുകാരി നമുക്ക് തന്നതാണ്. ആ ചാമ്പങ്ങ വെച്ചാണ് ഇവിടെ ജ്യൂസ് അടിച്ചിരിക്കുന്നത്. ആണ്ടേ നമുക്ക് നോമ്പ് തുറന്നൊക്കെ കഴിഞ്ഞ് നമസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാനായിട്ട് പത്തിരിയും തേങ്ങാപ്പാലും, നമുക്ക് ചിക്കൻ ഫ്രൈയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പത്തിരി കഴിക്കാൻ ഇവിടെ തേങ്ങാപ്പാൽ മതി, ഇറച്ചി കറി ചാറായിട്ട് വേണമെന്നൊന്നുമില്ല. അപ്പം എനിക്ക് പത്തിരിയും പാലും മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വിശേഷം കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇന്നും നല്ല തിരക്കുകളായിരുന്നു. അതുകൂടാതെ ഇന്നത്തെ മരിച്ചിട്ട് 40ാമത്തെ ദിവസമായിരുന്നു. അങ്ങനെ അടിമാലിയിൽ നിന്ന് കൊച്ചത്തായും ചിന്നമായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കബറിങ്കയിലൊക്കെ പോയിട്ടാണ് വന്നത്. അവർ വന്നത് പ്രമാണിച്ച് അവരെ കാണാനായിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. കസേരയും ഈ ഒരു സൈഡും നല്ല ഓർമ്മയാണ് കേട്ടോ. എപ്പോൾ വന്നാലും അത്താത്തതാണ്ട് ഈ ഭാഗത്തായിട്ടിരുന്ന് വെറ്റയടിക്കുമായിരിക്കും. രാത്രിയിലാണേലും പകലാണേലും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഈ ഒരു കസേരയിലും ഈ ഒരു സ്ഥലത്തുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു ഓർമ്മയാണ്. മക്കളൊക്കെ മാഹിം കൊച്ചത്തായെ കണ്ടതിൻ്റെ തിരക്കിലാണ് കേട്ടോ. കൊച്ചത്തായുടെ കൂടെ അവരിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട. കൊച്ചത്തായും പിള്ളേരുടെ കൂടെയാണ് കൂടുതൽ സമയം ചിലവഴിക്കാറ്. അങ്ങനെ അവർക്ക് തിരിച്ചു പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇപ്പുറത്തെ വീട്ടിലും കൂടെ വന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി കേട്ടോ. അപ്പം ഇന്നും നമ്മൾ സമയം പോയി തന്നെയാണ് അടുക്കളയിൽ കയറിയത്. കേക്കിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു ഷാർജ ഷേക്ക് അടിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി എടുത്തതാണ് കേട്ടോ. ഷാർജ ഷേക്ക് അടിക്കാനായിട്ട് ആദ്യം 2 പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. പഴം അന്വേഷിച്ചിട്ട് ഇവിടെ അങ്ങ് കിട്ടിയില്ലെന്ന് തന്നെ പറയണം. അതുപോലെ പഴത്തിനൊരു ബുദ്ധിമുട്ടുള്ളായിരുന്നൊരു സമയമായിപ്പോയി കേട്ടോ. ഒരു കടയിലും ഇല്ലായിരുന്നു. അങ്ങനെ നമുക്ക് റോബസ്റ്റ പഴമാണ് കിട്ടിയത്. ഏത് പഴമാണേലും കുഴപ്പമില്ലെന്ന് ഈ ഒരു ഷാർജ ഷേക്ക് കുടിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. സാധാരണ ഞാൻ ആലിപ്പൂവൻ പഴം വെച്ചാണ് കൂടുതലും ഷാർജ ഷേക്ക് അടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണേലും 2 പഴവും 2 കവർ ബൂസ്റ്റും ആവശ്യത്തിന് പഞ്ചസാരയും പാല് കട്ട പിടിപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും സമയം പോയെന്ന് പറഞ്ഞാൽ ശരിക്കും സമയം പോയി കേട്ടോ. ഇനി ഒരു 4 ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോഴത്തേന് ഷാർജ ഷേക്ക് ഇവിടെ റെഡിയാവും. ഐസ്ക്രീം ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിന് മുകളിലേക്ക് ഐസ്ക്രീം കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പായിട്ട് കിട്ടും. അതിന് വേണ്ട ചെറി വെക്കുന്നവരുണ്ട്, അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം. ബൂസ്റ്റ് പൊടി ഇടുന്നവരുണ്ട്. ഇതൊന്നും വെക്കാനായിട്ട് ഇടാനായിട്ട് ഒന്നും നിന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല രീതിയിൽ സമയം പോയിട്ടാണ് ഇതുണ്ടാക്കിയെടുത്തതെന്ന്. കണ്ടോ, അതാ ഇങ്ങനെ ഇരിക്കും. ബൂസ്റ്റ് പൊടി വേണേൽ 2 3 കവർ വേണേലും ഇടാം. അപ്പോൾ ഇച്ചിരി കൂടെ കളറ് കിട്ടും. അങ്ങനെ അതാണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സമൂസയും കട്ട്ലറ്റും നമ്മൾ വാങ്ങിച്ചതാണ്. ഈ വർഷം ഞാൻ വറക്കാനും പൊരിക്കാനും ഒന്നും നിന്നില്ല. കാറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുവാണ് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വീട്ടിൽ വറുത്തൊക്കെ എടുക്കുമ്പോഴത്തേന് എണ്ണത്തിൽ കൂടുതലൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റാതാകും കേട്ടോ. എണ്ണക്കടികൾ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വാങ്ങിച്ചത്. അങ്ങനെ താണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ ഇവിടെ നമ്മൾ നോമ്പ് കുറിക്കുകയാണ് കേട്ടോ. അപ്പം ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് കുറിക്കുന്നത്. ഞാൻ ഈത്തപ്പഴം പച്ചവെള്ളമാണ്, പച്ചവെള്ളം എടുത്തില്ല. ഈത്തപ്പഴവും ഈ പ്രാവശ്യം വളരെ ശ്രദ്ധിച്ചെടുക്കണം, അല്ലെങ്കിൽ പൊട്ടിച്ച ഈന്തപ്പഴത്തിലെല്ലാം പുഴുവായിരുന്നു കേട്ടോ. അങ്ങനെ വേറെ ഒന്ന് മാറ്റി വാങ്ങിച്ച് നോക്കിയതാണ്. കുഴപ്പമില്ല ഈ പ്രാവശ്യത്തെ ഈന്തപ്പഴം. നോമ്പ് കുറിക്കുന്ന സമയത്ത് ഷാർജ ഷേക്ക് എടുത്തില്ല കേട്ടോ. അത്യാവശ്യം ജ്യൂസൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പോയി നമസ്കരിച്ചിട്ടൊക്കെ വന്ന ശേഷമാണ് ഷാർജ ഷേക്ക് കുടിക്കാനായിട്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 8:30 9 മണിക്ക് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനിരുന്നതും. ഷാർജ ഷേക്കിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്പം മധുരത്തിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. അപ്പം മധുരം കുറച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് മധുരം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മധുരം കുറച്ച് തന്നെ ഇട്ടതാണ്.
പിന്നെ റോബസ്റ്റ പഴം ഇട്ടടിച്ചതിൽ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നില്ല, കുഴപ്പമില്ലായിരുന്നു, നല്ലത് തന്നെയായിരുന്നു. അപ്പോൾ പഴം ഏതെങ്കിലും മതിയെന്ന് അത്യാവശ്യം മനസ്സിലായി. പിന്നെ പാളയംതോടൻ പഴം ഇട്ടടിച്ചാൽ പുളിയായിരിക്കുമെന്നൊക്കെ പഴം മേടിച്ച കടയിലെ ഒരു പറഞ്ഞു കേട്ടോ, അറിയില്ല, ചെയ്തിട്ടില്ല. അപ്പം എന്താണെങ്കിലും റോബസ്റ്റ പഴം കുഴപ്പമില്ലെന്ന് മനസ്സിലായി. ഇനി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞാണ് ദാണ്ട മുട്ടക്കറിയും ഇടിയപ്പമാണ്. സന്ധ്യയ്ക്ക് മുന്നേ തന്നെ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു, ഓതാനൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയിട്ട് വന്ന് എല്ലാം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ കാപ്പി കുടിച്ചിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കാപ്പി കുടിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് സമയമില്ലായിരുന്നു. സമയം പോയാണ് അടുക്കളയിൽ കയറിയതെന്ന്. വേണ്ടേ, ഇന്ന് 2 ദിവസമായി ഞങ്ങൾക്ക് പിന്നെയും മഴയാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ മഴയൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം മുറ്റമൊക്കെ നനഞ്ഞ് ഏലത്തിൻ്റെയൊക്കെ ഒരു മണ്ടവശമൊക്കെ നനയുന്നുണ്ട്. അപ്പം ഇന്ന് 2 ദിവസമായിട്ട് ഇതാണ് കേട്ടോ കാലാവസ്ഥ ഇടുക്കിയിൽ. എല്ലാ സ്ഥലങ്ങളിലും മഴയില്ലെന്ന് പറയുന്നു, എങ്കിലും ഞങ്ങൾ തൂക്കുപാലംകാർക്ക് നല്ല മഴ തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഈ വരുന്ന വെള്ളം നമ്മുടെ പെരയുടെ മണ്ടയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരുന്ന വെള്ളം ഞാൻ പിടിച്ച് അപ്പം തന്നെ ഓസിന് വലിച്ച് ഏലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ ബക്കറ്റിന് കോരിയാണെങ്കിലും ദാണ്ട ഏലത്തിൻ്റെ മൂട്ടിലേക്ക് പിടിച്ചു കൊടുക്കും കേട്ടോ. അതാകുമ്പോഴത്തേന് ഏലം ഒന്നും നനഞ്ഞു കിട്ടുമല്ലോ, വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും മാറിക്കിട്ടും. ഇപ്പോൾ ദാണ്ട് 2ാമത്തെ ട്രമ്മാണ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് മഴ പെയ്യുന്നത്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മഴ തന്നെയാണ്. കാറ്റുള്ളത് കൊണ്ട് തന്നെ ദാണ്ട കെട്ടിടത്തിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ ഇലയായതുകൊണ്ടാണ് ടാങ്കിൻ്റെ മണ്ടയിൽ ഇങ്ങനെ തുണി ഇട്ടേക്കുന്നത് കേട്ടോ, അഴുക്ക് വന്ന് ടാങ്കിനകത്ത് ചാടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.